പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയും മിച്ചറും കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാത്രി മുഴുവനും മഴയായിരുന്നു. വേനൽ മഴ അടിച്ച് തമർത്ത് പെയ്യുന്നുണ്ട്. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു. അതിൻ്റെ ആ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വലിയതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 8 മണിയായി. മഴ പെയ്താലേ അറിയാലോ, നമ്മൾ പിന്നെ മെല്ലെയല്ലേ എണീക്കാറുള്ളൂ. ടൗണിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് മഴ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും നാട്ടിൻപുറത്ത് താമസിക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, നെൽകൃഷി ചെയ്യുന്ന ആളുകൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് ഈ കുംഭത്തിൽ മഴ പെയ്യുന്നത് ഏറ്റവും ഒരു അനുഗ്രഹമാണ്. നമ്മളുടെ കാലാവസ്ഥ പണ്ട് ഇതുപോലെ ആയിരുന്നു. കുംഭത്തിൽ നല്ല മഴ പെയ്തിട്ട് ബാക്കിയുള്ള സമയം അത് കറക്റ്റായിട്ട് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടും. അങ്ങനെയായിരുന്നു എന്താ പറയുക കാലാവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കാലാവസ്ഥയെല്ലാം മാറി മറിഞ്ഞു. പണ്ടത്തെ പോലെ തന്നെ ആവുകയാണെന്ന് തോന്നുന്നു പ്രകൃതി. ഇപ്പോൾ കുംഭത്തിൽ തുടക്കം തന്നെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു നാട്ടുമ്പുറത്തുകാരി ആയതുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ ആ പരിസരത്തെല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അതുകൊണ്ട് പിന്നെ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല് എന്നൊരു ചൊല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ കുംഭത്തിൽ മഴ പെയ്യുന്ന സമയത്ത് കുപ്പയിൽ നെല്ല് വരെ മുളച്ച് വിത്ത് എന്താ പറയുക മുളയ്ക്കും എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വയ്ക്കലുണ്ടല്ലോ, വയ്ക്കലെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് അത് എടുത്ത് വെക്കുമല്ലോ, അവിടെ വരെ ഈ മഴ പെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഇനി മുളയ്ക്കുന്നതാണ് ഉദ്ദേശിക്കുന്നവർ. അത്രയും നല്ല കാലാവസ്ഥയാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് കൃഷി ചെയ്യുവാണെങ്കിൽ അടുത്ത വിഷു, ഓണം ആ സമയത്തിലേക്കുള്ള കൃഷി നല്ല വിളവെടുപ്പ് കിട്ടും എന്നാണ് ഈ കുംഭത്തിൽ മഴ പെയ്യുന്നതിന് അവർ പറയുന്നത്. കുംഭത്തിൽ മഴ പെയ്താൽ മാത്രമാണ് കൃഷിക്കാർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് മഴ പെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ വിതച്ച അവർ പുറമേ നിന്ന് വെള്ളമൊക്കെ എടുത്ത് എല്ലാ കൃഷിയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം വളർന്നു കഴിയുമ്പോൾ പിന്നെ മഴ പെയ്താൽ അത് മുഴുവനും നശിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും രാവിലെ തന്നെ അവരുടേതായ തിരക്കുകളിലോട്ട് പോകാൻ തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിലൂടെ വെളിയിലേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ പ്രകൃതി ഉണ്ടല്ലോ, ആ പക്ഷികളുടെ ആ നാദവും ഇതൊക്കെ ഈ രാവിലെ തന്നെ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആ സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ കട്ടൻ ചായയും അല്ലെങ്കിൽ ചായയാണെങ്കിലും അതിൻ്റെ കൂടത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിയോട് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു പ്രത്യേക സുഖമല്ലേ. അത് പ്രത്യേകിച്ചും ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു രസമുള്ള കാര്യമാണത്. ഞാൻ അധികവും രാവിലെ കട്ടൻ ചായ തന്നെയാണ് വെക്കാറ്. കാരണം ഒരു ദിവസത്തിൽ ഒരുപാട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ രാവിലെ തുടങ്ങി പാൽ ചായ കുടിച്ച് തുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ആദ്യം നല്ലൊരു ചൂട്ടോടെയുള്ള കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഏട്ടൻ ഇനിയും ഉറങ്ങി എണീറ്റിട്ടില്ല. സാധാരണ നേരത്തെ എണീക്കുന്ന ആളല്ലാത്തതുകൊണ്ടും പിന്നെ ഇപ്പം മഴയായതുകൊണ്ടും കുറച്ച് വൈകിയേ എണീക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചായ വെക്കുന്നതിനോടൊപ്പം തന്നെ ചോറ് കൂടെ വെക്കുകയാണെങ്കിൽ ചായ കുടിച്ച് പകുതി ആകുമ്പോഴേക്ക് ചോറിൻ്റെ ഒരു പകുതി വേവാവും. ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അത് ചൂടായിട്ടില്ല എന്ന് വിചാരിക്കരുത്, കൈകൊണ്ട് മാറ്റിയതുകൊണ്ട്. ഇപ്പോൾ അരി ഇട്ടതേ ഉള്ളൂ, അത് കാരണം കൊണ്ട് വലിയ ചൂടൊന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് തിള വന്നത്. അമ്മമാരൊക്കെ പണ്ട് ഈ തുണിയൊന്നും ഉപയോഗിക്കാതെ അമ്മമാരൊക്കെ കൈകൊണ്ട് മാറ്റുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ ഞാൻ പലപ്പോഴും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം സൂക്ഷിച്ച് മാത്രമേ ഞാൻ ചൂട്ടുപാത്രം കൈകൊണ്ട് എടുക്കാറുള്ളൂ.
ചോറ് ഒരുവിധം ഒരു ഭാഗത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ചൂട്ടോടെ കുടിക്കാം. വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ മിച്ചറും കട്ടൻ ചായയും രാവിലെ എണീറ്റ് കുടിക്കുമ്പോൾ ഒരു നല്ല സുഖമാണ്. അതും പുറത്ത് മഴ പെയ്യുവാണെങ്കിൽ അതിനേക്കാളും സുഖമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വെച്ചാൽ ഭയങ്കര ഒരു പണി കിട്ടും. എന്താണെന്നറിയുമോ? വയറ് വന്നിട്ട് ഗ്യാസ് വന്ന് നിറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഞാനാണത്. കാരണം എനിക്ക് മിക്കപ്പോഴും ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം എനിക്ക് കട്ടൻ ചായയും മിച്ചറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് വെച്ചാലും കമൻറ്റിലൂടെ അറിയിക്കണേ. ഇന്ന് ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്.